കിഫ്ബി ടോൾ പിരിവ് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാം. ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതോടെ കഴിയും. വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടച്ച് ക്രെഡിറ്റ് സ്കോർ ഉയർത്തിയ സ്ഥാപനമാണ് കിഫ്ബി എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടും തമ്മിലുള്ള താരതമ്യം അടിസ്ഥാനരഹിതമാണെന്നും കിഫ്ബി CAG റിപ്പോർട്ട് നിയമസഭയിൽ വഹിക്കുന്നില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെ പണം എന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല എന്നായിരുന്നു വാചകങ്ങളിൽ ഒന്ന്. സർ, തറവാടും സ്വത്തുമൊക്കെയായി അദ്ദേഹം ഇപ്പോഴും കാര്യങ്ങളെ അങ്ങേയറ്റം യാഥാസ്ഥികമായി കാണുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. സർ, കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ കൊണ്ടുവന്നത് സമാനതകളില്ലാത്ത വികസനമാണ്. ചെല്ലാനത്ത ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് അറുതി കുറിക്കാൻ കഴിഞ്ഞത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. 336 കോടി രൂപ വിനിയോഗിച്ച് ചെല്ലാനം തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി കിഫ്ബി നടപ്പിലാക്കിയ കടൽഭിത്തി പുനർനിർമ്മാണവും പുലിമുട്ട് നിർമ്മാണവും തീരശോഷണത്താൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞതിനെ തുടർന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ട സ്ഥലമെടുപ്പിന് 260 കോടി 60 ലക്ഷം രൂപയാണ് കിഫ്ബി നൽകിയത്.